എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പുതിയൊരു തുടങ്ങാൻ പോവുകയാണ്. എന്താ വെച്ചെങ്കിൽ മഹാഭാഗവതം 1-ാം എപ്പിസോഡ് തുടങ്ങാൻ പോവുകയാണ്. ഈ മഹാഭാഗവതത്തിലെ ആദ്യം ഞാൻ പറയാൻ പോകുന്നത് മഹാഭാഗവത മാഹാത്മ്യം, എന്തിനാണ് ആ ഭാഗവതം വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ്. പിന്നെ ഈ മഹാഭാഗവതം മാഹാത്മ്യം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മഹാഭാഗവതത്തില് 12 സ്കന്ധങ്ങളുണ്ട്. 12 സ്കന്ധങ്ങൾ. അപ്പൊ ഓരോ സ്കന്ധങ്ങളും ഓരോ കഥകളാണ്. അത് 1-ാം സ്കന്ധം, 2-ാം സ്കന്ധം, 3-ാം സ്കന്ധം, അങ്ങനെ പറഞ്ഞിട്ടുള്ള ഓരോ സ്കന്ധങ്ങളാണ്. അപ്പൊ ആദ്യം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആദ്യം ഈ മഹാഭാഗവത മാഹാത്മ്യം, എന്തിനാണ് മഹാഭാഗവതം വന്നത്, നമുക്ക് വേണ്ടി ഭഗവാൻ തന്നത്, അതിനെപ്പറ്റിയാണ് ആദ്യം പറയാൻ പോകുന്നത്. ഈ മഹാഭാഗവതം സപ്താഹങ്ങളൊക്കെ ഉണ്ട്. വലിയ വലിയ ഫേമസ് ആയ ആൾക്കാരുകളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അതായത് വളരെയധികം പ്രശസ്തരായ പല മുനിവര്യന്മാരും ആത്മീയ ഗുരുക്കന്മാരും ഒക്കെ ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ മഹാഭാഗവതം. അപ്പോൾ അതിൽ പോയവർ പലവരുണ്ടാവും, എന്നെക്കാട്ടും അറിവുള്ളവരുണ്ടാവും ഇഷ്ടംപോലെ ഇതിനകത്ത്. എന്നാലും ഞാൻ എൻ്റെ ചെറിയൊരു സംഭാവന, അത്രയേ ഉള്ളൂ. കാരണം ഞാനിതിന്റെ അതോറിറ്റി ആണെന്നൊന്നും പറയുന്നില്ല. ഞാനിതിന് എൻ്റെ ഒരു ചെറിയൊരു സംഭാവന. അത് മാത്രമല്ല, എനിക്കും ഈ കഥകൾ ഇങ്ങനെ ഞാൻ വായിച്ച് ഇങ്ങനെ പറയുന്ന സമയത്ത് എനിക്കും മനസ്സിലാവുമല്ലോ. അത് പിന്നെ മക്കൾക്കൊക്കെ അത് എപ്പോൾ വേണമെങ്കിലും അത് കേട്ട് അവർക്ക് വേണ്ട എന്താ പറയുക വിവരങ്ങൾ അതിന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അത് തുടങ്ങാം. മഹാഭാഗവത മാഹാത്മ്യം. ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തോടുകൂടി ദ്വാപരയുഗം അവസാനിക്കുകയും കലിയുഗം തുടങ്ങുകയും ചെയ്തു. കഴിഞ്ഞതും നടക്കുന്നതും വരാനിരിക്കുന്നതുമായ കാര്യങ്ങൾ ഉൾക്കണ്ണുകൊണ്ട് കണ്ടറിയാൻ കഴിവുള്ളവരാണ് ത്രികാലജ്ഞാനന്മാരായ മഹർഷിമാർ. കഴിഞ്ഞുപോയ കൃത ത്രേത ദ്വാപരയുഗങ്ങളെ അപേക്ഷിച്ച് കലിയുഗം വളരെ വഷളായിരിക്കുന്ന അവർ മനസ്സിൽ കണ്ടു. ആരെ? ഈ മഹർഷിമാർ കണ്ടു. സത്യം, ദയ, ധർമ്മം, സ്നേഹം, നീതി തുടങ്ങിയ ഗുണങ്ങൾ മനുഷ്യർക്കിടയിൽ കാണുകയില്ല. ദൈവവിശ്വാസം കുറഞ്ഞു വരും. ക്ഷേത്രങ്ങൾ വെറും വിനോദത്തിനും കച്ചവടം ചെയ്ത് സാധുക്കളെ ചൂഷണം ചെയ്യാനുമുള്ള കേന്ദ്രങ്ങളായി മാറും. ഈ നമ്മുടെ കൃഷ്ണാവതാരം ഉണ്ടായത് ദ്വാപരയുഗത്തിലാണ്. അപ്പൊ കൃഷ്ണ ഭഗവാന്റെ സ്വർഗാരോഹണത്തോടുകൂടി ദ്വാപരയുഗം കഴിഞ്ഞു. പിന്നെ കലിയുഗം തുടങ്ങി. ഇപ്പൊ നമ്മൾ നടക്കുന്നത് കലിയുഗമാണ്. അപ്പോ ആ കലിയുഗത്ത് നടക്കുന്ന കാര്യങ്ങളാണ് പണ്ട് മഹർഷിമാരെ ആ ദ്വാപരയുഗത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു. അതായത് അവർ ത്രികാലജ്ഞാനം, അവർക്ക് എന്താന്ന് വരാൻ പോണ കാര്യങ്ങൾ പറ്റും. നമുക്കിപ്പോ നാളത്തെ നടക്കാൻ പോണത് നമുക്ക് പറയാൻ പറ്റില്ല. നമുക്ക് എന്താണ് നാളെ സംഭവിക്കാൻ പോണത് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ ഈ സ്ഥലത്ത് നാളെ എന്താ സംഭവിക്കാൻ പോണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് വരെ നമുക്ക് പലതും പറയാം. പല ആൾക്കാരും പറയുന്നുണ്ട്, പല ജ്യോതിഷികളും പറയുന്നുണ്ട്, പല ഈ എന്താ പറയാ വേറെ ഒരു ഇതുണ്ടല്ലോ, അതും അവരൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ നടന്ന കാര്യം വരെ അവര് പലതും കറക്റ്റായിട്ട് പറയും. പക്ഷെ നാളെ മുതലുള്ള കാര്യങ്ങൾ പറഞ്ഞത് അങ്ങനെ ശരിയാവാണോ ആരും കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടോളൂ. അങ്ങനെ കണ്ടിട്ടുണ്ട് ഞാൻ എന്നുള്ള പറഞ്ഞാൽ വേണ്ടി എനിക്ക് എന്റെ ഒരു അറിവിന് വേണ്ടി അത് കമന്റ് ബോക്സിൽ ഇടും. മനസ്സിലായില്ലേ? ഇപ്പൊ അവര് പറയുന്നത് കൃതത്രേത ദ്വാപരങ്ങളെ അപേക്ഷിച്ച് കലിയുഗം വളരെ വഷളാവുമെന്നാണ് പറയുന്നത്. വളരെ വഷളായി തീരും. സത്യം, ദയ, ധർമ്മം, സ്നേഹം, നീതി തുടങ്ങിയ ഗുണങ്ങൾ മനുഷ്യർക്കിടയിൽ കാണുകയില്ല. അതിപ്പോ നമ്മൾ കണ്ടോണ്ടിരിക്കണ്ടല്ലോ. പലതും ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. അല്ലാണ്ട് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ നാലുപോലെ നടക്കുന്ന കാര്യങ്ങൾ തന്നെ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ദൈവവിശ്വാസം കുറഞ്ഞു വരും. ദൈവവിശ്വാസം ഇല്ല, എല്ലാവരും കാട്ടിക്കൂട്ടും. ഞാൻ വലിയ ദൈവവിശ്വാസിയാണ്, വലിയൊരു കുറി, ഒരു ചന്ദനക്കുറി, അതിന്റെ മുകളിലൊരു മറ്റേ ഭസ്മക്കുറി, അതിന്റെ മുകളിലൊരു കുങ്കുമത്തിന്റെ കുറി ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ രുദ്രാക്ഷമാല ഒക്കെ ഇട്ടിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. ദൈവവിശ്വാസിയാണെന്ന് പറയാൻ വേണ്ട. അങ്ങനെ കാട്ടിക്കൂട്ടുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഉള്ളിൽ എന്താ ഇരിപ്പം നമുക്കറിയില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഇഷ്ടം പോലെ ദൈവവിശ്വാസം ഉണ്ടാവില്ല, പക്ഷെ കാട്ടിക്കൂട്ടിലുണ്ടാവും ഇഷ്ടം പോലെ. അതൊന്നും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ വിദ്യ എന്ന് നോക്കണ ആൾക്കാരുണ്ടാവും ഇഷ്ടം പോലെ. അതൊക്കെയാണ് പറയുന്നത്. ക്ഷേത്രങ്ങൾ വെറും വിനോദത്തിനും കച്ചവടം ചെയ്ത് സാധുക്കളെ ചൂഷണം ചെയ്യാനുള്ള കേന്ദ്രങ്ങളായി മാറും. ക്ഷേത്രങ്ങൾ വെറും നമുക്ക് അറിയാലോ, വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ നന്നായിട്ട് അറിയാം അവിടെ എന്താ നടക്കണേ.
അവിടെ എങ്ങനെയാണ് ദൈവത്തിനെ കാണിച്ചു തരുന്നത്. ആ ദൈവത്തിനെ കാണാൻ വേണ്ടി നമ്മൾ ആരെയൊക്കെ എന്തൊക്കെ കൊടുത്ത് തൃപ്തിപ്പെടുത്തണം. ദൈവത്തിനെ പൂജാരിയെ തൃപ്തിപ്പെടുത്തണം തന്നെ ദൈവത്തിനെ കാണാൻ പറ്റുള്ളൂ. ആ കണ്ടീഷനാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. കാരണം നമ്മൾ ഓരോ അമ്പലത്തിൽ നമുക്ക് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ആ ലെവൽ അനുസരിച്ചാണ് അവർ ബിഹേവ് ചെയ്യുക. നമ്മളൊരു സാധാരണക്കാരനാണെങ്കിൽ കഴിഞ്ഞു തന്നെ വേണമെങ്കിൽ ഒരു 10 15 അല്ലെങ്കിൽ 4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ദൈവത്തിനെ കാണാൻ പറ്റുക. ആ എല്ലാ അമ്പലത്തിലും അതുപോലെ സ്ഥിതി. ഒരു അമ്പലത്തിലൊന്നുമല്ല, എല്ലാ അമ്പലത്തിലും പോയി കഴിഞ്ഞാൽ അതുപോലെ തന്നെയാണ് നടക്കുന്ന കാര്യങ്ങൾ. കാരണം എത്ര നിങ്ങൾ ദൈവവിശ്വാസിയാണെങ്കിലും നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടെങ്കിൽ പൂജാരി തൃപ്തിപ്പെടുത്തണം. അല്ലെ, പൂജാരി എന്ന് പറഞ്ഞാൽ ഞാൻ അസിൽബന്ധികളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾക്ക് ആ ദൈവത്തിനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ വരുന്നാണ് പറയണത്. അന്നേ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ട് അവര്. രാജാക്കന്മാർ പ്രജകളെ വിലവെക്കില്ല, രാജാക്കന്മാരെ പ്രജകൾ വിലവെക്കില്ല, രാജാക്കന്മാരെ പ്രജകൾ വിലവെക്കില്ല. അത് നമുക്കറിയാലോ, ഇപ്പോഴും അതിനെ നടക്കണേ. രാജാക്കന്മാര് പ്രജകൾ വിലവെക്കുന്നില്ല. ക്രമേണ രാജഭരണം തന്നെ ഇല്ലാതാക്കും. ക്രമേണ രാജഭരണം തന്നെ ഇല്ലാതെയാവും. രാജഭരണം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിനാരിയോയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ മന്ത്രിമാരും വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ ഭരണമൊന്നും ആരും വിലവെക്കില്ല. അത് കുറെ കഴിഞ്ഞ് ആരും ഇന്ത്യയായിട്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ വില ഉണ്ടാവില്ലല്ലോ. ഇപ്പൊ നിങ്ങള് അച്ഛൻ പറഞ്ഞ ഭാഗം കേട്ടില്ലെങ്കിൽ പിന്നെ അച്ഛനെന്താ വില ഉള്ളത്? അച്ഛനൊരു കാര്യം മകനോട് പറയാണ്, ഇന്ന കാലം ചെയ്യണം എന്ന് പറയാണ്. മകൻ പറയാണ് നിങ്ങൾക്കൊന്നും വിവരമില്ല, ഒന്നും കേൾക്കാൻ സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ അച്ഛനോട് വില ഇല്ലല്ലോ. പിന്നെ അച്ഛൻ രണ്ടാമത് പറയേണ്ട ആവശ്യമില്ല. കാരണം മകൻ കേൾക്കില്ല. പിന്നെ വെറുതെ നിങ്ങൾ പറഞ്ഞതാണ്, അതുകൊണ്ട് ആരും പറയില്ല. ആണ് കുറ്റാക്കി. അതുപോലെ കണ്ടീഷൻ ആവുന്നതാണ് പറയണേ. യാഗം പൂജ മുതലായ നടത്താൻ ആളില്ലായാൽ അവ തീരെ ഉണ്ടാവില്ല. യാഗം പൂജ മുതലായ നടത്താനൊന്നും ഇനി ആരും ഉണ്ടാവില്ല. കാരണം അതൊക്കെ മറന്നുപോകും. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ വലിയ വലിയ സന്യാസിമാരും അവർ പലതും പഠിച്ചിട്ടും പലതും ചെയ്തിട്ടാണ് ഈ യാഗങ്ങളും ഈ പൂജകളും ഒക്കെ നടത്തുന്നത്. അവര് ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിലും പറഞ്ഞു കൊടുത്താൽ മാത്രം പോരാ, ഇത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മെന്റാലിറ്റി കൂടെ വേണ്ടേ? അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് പഠിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ ആരും പഠിച്ചെടുക്കാണ്ടാവില്ല. അങ്ങനെ പലതും നമുക്കറിയാലോ. ഇപ്പോഴത്തെ കാര്യങ്ങള് നമ്മള് ആയുർവേദം തന്നെ നോക്കിയാൽ മതി. ആയുർവേദത്തിന് പണ്ടൊക്കെ എന്തൊക്കെ ഉണ്ട് ചികിത്സ, എന്തിനും ചികിത്സ ഉണ്ട്. പക്ഷെ അതൊന്നും തലമുറകൾക്ക് കൈമാറിയിട്ടില്ല, അല്ലെങ്കിൽ തലമുറ അത് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം അച്ഛനൊരു ആയുർവേദ വൈദ്യനാണെങ്കിൽ മകൻ പറയും, ഈ പണി പറ്റില്ല, എനിക്ക് സർക്കാർ ഉദ്യോഗസ്ഥയെ പറ്റുള്ളൂ, എനിക്ക് ഇതൊന്നും ഇങ്ങനെ ഈ എണ്ണയും അതും ഇതൊന്നും ഇട്ടു അരച്ചും പൊഴിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ നല്ല സർക്കാർ ഉദ്യോഗസ്ഥനായിട്ട് സുഖമായി രാവിലെ പോയിട്ട് ഫാനിന്റെ ഹോട്ടലിൽ AC റൂമിൽ പോയിട്ട് സുഖമായിരുന്ന് വൈകുന്നേരം 4 മണിക്ക് അവിടുന്ന് വന്നോളാം. മനസ്സിലായില്ലേ? ആരെങ്കിലും ചെയ്തോന്നോ ചെയ്തില്ല എന്നൊന്നും ചോദിക്കില്ല. എനിക്ക് എന്ത് സൗകര്യം പോലെ ചെയ്യാം. അതാണ് എല്ലാവരും പ്രതീക്ഷിക്കണേ. പണ്ടത്തെ നമ്മുടെ കാർന്നവന്മാർ ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അത് പ്രയോഗിക്കാൻ ആരും തയ്യാറാവാണ്ട് അത് ക്ഷയിച്ച് ഇല്ലാതെയായി. ഇപ്പൊ നമുക്ക് ചികിത്സ ഇല്ല. എന്ത് ചികിത്സ ഉണ്ട്? ചികിത്സ ഇല്ല. പല ആയുർവേദ ഇതിലും പോയി ചികിത്സ ഇല്ല. നമുക്കിപ്പോ ആർക്കും അറിയില്ല. പക്ഷെ എല്ലാത്തിനും ഉണ്ട് എന്നാ പറയണേ. പണ്ടത്തെ ആൾക്കാർ പറയണേ എല്ലാത്തിനും ഇതിനൊക്കെ ചികിത്സകൾ ഉണ്ട് എന്നാണ് പറയണേ. അപ്പൊ അങ്ങനെ ആയി മാറുന്ന പറയണേ. അതാണ് കലികാലത്തിന്റെ വൈഭവമാണത്. ദേവന്മാർ ഭൂമിയിലേക്ക് വരാതാകും. ദരിദ്രവും അനാവൃഷ്ടിയും അതിവൃഷ്ടിയും നാടാകെ നടമാടും. സജ്ജനങ്ങൾ നാടുവിടും. അതൊക്കെ നമുക്ക് പറയാലോ. ഫ്ലഡ് വന്നു, സുനാമി വന്നു, അത് വന്നു, ഇത് വന്നു, അങ്ങനെ പല കാര്യങ്ങളും. ഇപ്പൊ പെട്ടെന്ന് ഇവിടെ മാത്രം നല്ല കാറ്റ്, മഴ, കൊടുങ്കാറ്റ് അടിച്ചു പൊളിച്ച് ഒരു 2 കിലോമീറ്റർ ഉള്ളിൽ. അതിന്റെ അപ്പുറത്ത് മഴയില്ല, ഒന്നുമില്ല. ഇപ്പുറത്ത് കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചാലക്കുടിയില് ഭയങ്കര കാറ്റും 200 കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിച്ചു, ചുഴലിക്കാറ്റടിച്ചു. അവിടെ നാശനഷ്ടങ്ങൾ വരുത്തി നമുക്ക് കേൾക്കാം, ന്യൂസിൽ കേൾക്കാം. അങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ വരുന്നതാണ്. പണ്ടത്തെ ആ സന്യാസിമാര് ഓൾറെഡി അവര് കണ്ടു. ഇത് ത്രികാലജ്ഞാനം കൊണ്ട് കണ്ട് മനസ്സിലാക്കി. മഹാവിഷ്ണു സജ്ജനങ്ങൾ നാടുവിടും. നല്ല മനുഷ്യന്മാരൊന്നും ഉണ്ടാവില്ല, ഒക്കെ ദുഷ്ടന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഇങ്ങോട്ടും തല്ലലും കൊല്ലലും വെട്ടലും കൂത്തലും ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല മനുഷ്യന്മാരും ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെയെല്ലാമുള്ള കലികാല ദോഷങ്ങൾക്ക് ജനങ്ങളെ രക്ഷിക്കാൻ എന്താണ് പൂംവഴി എന്നാലോചിക്കാനായി ശൗനകാദി പരോപകാര തൽപരനായ മുനീശ്വരന്മാർ ഗോമതീ നദീതീരത്തുള്ള നൈമീശാരണ്യമെന്ന പുണ്യസ്ഥലത്തെ മഹാവിഷ്ണു ക്ഷേത്ര പരിസരത്ത് ഒരു മഹാസദസ് കൂടെ തീരുമാനിച്ചു. ഇങ്ങനെയൊക്കെ ഇവര് ആന്റിസിപ്പേറ്റ് ചെയ്തു. അന്ന് തന്നെ ആന്റിസിപ്പേറ്റ് ചെയ്തു. പല ഇങ്ങനത്തെ ഈ ദ്വാപരയുഗത്തിന്റെ അവസാനത്തിൽ തന്നെ ഈ മുനിമാരെല്ലാവരും ആന്റിസിപ്പേറ്റ് ചെയ്തു. കലികാലത്തിന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാണ്. അപ്പൊ ഇതിന് എന്താ ഒരു പ്രതിവിധി എന്ന് അവരെല്ലാവരും കൂടി ഒരു കോൺഫറൻസ് കൂടാൻ വേണ്ടി തീരുമാനിച്ചു.
ലോക നന്മയ്ക്കായി മാത്രം ജീവിക്കുന്ന ജീവൻ മുക്തന്മാരായ ഒട്ടേറെ മഹർഷിമാരും ബ്രാഹ്മണരും സാധാരണക്കാരും സദസ്സിൽ വന്നിരുന്നു. അപ്പൊ അവിടെ വലിയ വലിയ ആൾക്കാരെ, വലിയ വലിയ മുനിമാരെ, വലിയ വലിയ മഹർഷിമാരെ, ബ്രാഹ്മണരെ, സാധാരണക്കാരെ എല്ലാവരും അവിടെ ഈ മറ്റേ കോൺഫറൻസിൽ കൂടി. എന്താ പ്രതിവിധി? കലികാലത്ത് പ്രത്യേകിച്ചും ഈശ്വരഭക്തി കൊണ്ട് മാത്രമേ മനസ്സമാധാനം സ്വൈര്യവും ലഭിക്കുകയുള്ളൂ. നിഷ്കളങ്കമായ ഭക്തിയുള്ളവനെ കലി ബാധിക്കുകയില്ല. ഭക്തിയുടെ താൽപര്യം കാണിക്കുന്ന ഒരു കഥ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്. കലികാലത്തില് ഭക്തി കൊണ്ട് മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഈ പറഞ്ഞ ഈ ദുഷ്കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അതിനെന്താണ് പ്രതിവിധി? അതാണ് പറയുന്നത്. ലോകോപകാരാർത്ഥം നാടുനീളെ 3 ലോകത്തിലും സഞ്ചരിക്കുന്ന ദിവ്യനാണല്ലോ നാരദമുനി. നാരദമുനി പറഞ്ഞത് നാരദമുനിക്ക് ഒരു ശാപം കിട്ടിയിട്ടാണ് നാരദമുനി കാണാൻ പറ്റാത്തത്. പണ്ട് നമ്മൾ സിനിമയിലെ കാണില്ലേ, നാരദമുനി ദേവലോകത്ത് പോവും, അവിടെ നേരെ വരും, മഹാബലിടത്ത് പോവും, അവിടെ നേരെ പോവും പാതാളത്ത്, മറ്റേ പാതാള രാജാവിന്റെ അവിടെ പോയി അവിടെ കാണും. അങ്ങനെ എല്ലാ ദിക്കിലും 3 ലോകത്തും സഞ്ചരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് നാരദമുനി. ആ നാരദമുനിക്ക് എന്തോ ഒരു ശാപം കിട്ടിയിട്ടുണ്ട്. ആ കഥ എനിക്ക് ഒന്ന് റെഫർ ചെയ്യണം എന്നല്ലേ മനസ്സിലാവുള്ളൂ. ശാപം കിട്ടിയോണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. പക്ഷേ നാരദമുനി ഓരോരുത്തരുടെ ദേഹത്തിൽ കയറും. ഇപ്പൊ തമ്മത്തില്ലിക്കാൻ നാരദമുനി എല്ലാം സമാധാനത്തിനും ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ലോകമില്ല. എല്ലാവരും സന്തോഷത്തിലും സമാധാനത്തിലും എല്ലാവിധം തികഞ്ഞ് ജീവിക്കുകയാണെങ്കിൽ പിന്നെ അതിനൊരു രസമില്ലല്ലോ. നമുക്കൊരു ജീവിതത്തിനൊരു രസം എങ്ങനെ ഉണ്ടാവും? എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്, നമുക്ക് എല്ലാം ഉണ്ട്. പണ്ട് റഷ്യയിൽ സംഭവിച്ചെന്താ? എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ട്. ആരും ഒന്നും സമ്പാദിക്കാൻ പാടില്ല, ആരും ബാങ്കിലൊന്നും ഇടാൻ പാടില്ല. നിങ്ങൾക്ക് ഇന്ന് രാവിലെ പോവാ, പണിയെടുക്കുക. അത് മറ്റേ ചെയർമാനാണെങ്കിൽ ശരി, ഡയറക്ടറാണെങ്കിൽ ശരി, ഓഫീസറാണെങ്കിൽ ശരി, ലേബറാണെങ്കിൽ ശരി, എല്ലാവരും പോവാ. രാവിലെ പോവാ, പണിയെടുക്കുക. വൈകുന്നേരം നിങ്ങൾ ക്യൂ നിൽക്കണം, 2 ബ്രെഡും ഒരു ഗ്ലാസ് പാലും കിട്ടണമെങ്കിൽ. അപ്പൊ ആ കണ്ടീഷൻ ആകുമ്പോ അപ്പൊ എന്തായി? അവിടെയുള്ള എല്ലാ ആൾക്കാരും ഭയങ്കര മടിയന്മാരായി. കാരണം ഞാൻ എന്ത് ചെയ്തിട്ട് എന്താ കാര്യം? ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവണ്ടേ? ഞാൻ എന്ത് ചെയ്താലും എന്ത് ഉണ്ടെങ്കിലും മറ്റേ എല്ലാവർക്കുമാണ് ഗുണം. എനിക്ക് കിട്ടണമെങ്കിൽ 2 റൊട്ടി ഒരു ഗ്ലാസ് പാലേ ഉള്ളൂ. മനസ്സിലായില്ലേ? അങ്ങനെ ആയപ്പോഴാണ് എന്തായി? അവിടെയുള്ള എല്ലാ ആൾക്കാരും മടിയന്മാരായി, ഒന്നും ചെയ്യണ്ടേ, ആരും ഒന്നും ചെയ്യില്ല. ഞാൻ എന്തിപ്പോ ചെയ്യണത്? ഈ മറ്റുള്ളവർക്ക് വേണ്ടി വന്നു. അപ്പോൾ ഒരു സ്വാർത്ഥ താല്പര്യം കുറച്ചൊക്കെ ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ചിന്താഗതി ഉണ്ടാവുള്ളൂ. നാളേക്ക് വേണമെന്നുള്ള ആഗ്രഹം മനുഷ്യൻ ഉണ്ടാവണമല്ലോ, എന്നാലല്ലേ നമുക്ക് ആ ലോകം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ലോകം ഉണ്ടാവാണ്ടാവും. ഇവനാണ് നാരദമുനി. കലിയുടെ തേർവാഴ്ച കാരണം മനുഷ്യർക്കിടയിൽ വന്നുചേർന്ന മാറ്റങ്ങൾ അദ്ദേഹത്തെ വേദനിപ്പിച്ചു. അദ്ദേഹം എല്ലായിടത്തും പരിശോധിച്ചു. ഒരിടത്തും ജനങ്ങൾക്കിടയിൽ ഈശ്വര ചിന്തയില്ല. അപ്പൊ നാരദമുനി എല്ലാ ദിക്കിലും ഇപ്പോഴും വന്ന് നാരദമുനി ചെക്കിണ്ടാവും. എല്ലാം ജനങ്ങളുടെ ഇടയിലൊക്കെ പോയിട്ട് എന്തിങ്ങനെ നടക്കുന്നത്? നാരദമുനി നടക്കൊന്നും വേണ്ട, അവിടെ ഇരുന്നാമത്തിന് അറിയാലോ, കാണാലോ ഇഷ്ടം പോലെ നമുക്ക് നടക്കുന്ന കാര്യങ്ങൾ. ഇവിടുത്തെ നാരദമുനി ഇങ്ങോട്ട് വരുമൊന്നും വേണ്ട, അല്ലാതെ തന്നെ അങ്ങനെയൊക്കെ എല്ലാം അറിയാൻ പറ്റും. ആ കണ്ടീഷനാണ് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഒരിടത്ത് ഒരു സ്ത്രീ ഇരുന്ന് കരയുന്നത് കണ്ടു. സ്ത്രീയുടെ അടുക്കെ കിഴവന്മാരായ 2 പുരുഷന്മാരും കിടക്കുന്നുണ്ട്. പിൻഭാഗത്ത് ഏതാനും സ്ത്രീകളും. നാരദൻ അടുത്തിരുന്ന് ആ സ്ത്രീയോട് അവൾ ആരെന്നും മറ്റുമുള്ള വിവരം അന്വേഷിച്ചു. അവൾ പറഞ്ഞു, മഹർഷിയെ, ഞാൻ ഭാഗ്യഹീനയായി തീർന്ന ഭക്തിയാണ്. ഈ കിടക്കുന്നത് എന്റെ പുത്രന്മാരായ ജ്ഞാനവും വൈരാഗ്യവും, മറ്റുള്ളവർ എന്റെ തോഴിമാരായ പുണ്യനദികളും. ഇത് എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഒരു സിനാരിയോനെ പറ്റിയിട്ട് നാരദമുനിയോട് പറഞ്ഞ ഒരു സ്ത്രീ, അതായത് നമ്മുടെ ഒരു അമ്മ, ലോകത്തിന്റെ ഒരു അമ്മ. ഈ ലോകത്തിന്റെ അമ്മ പറയണത് ഭക്തി ആരടുത്തില്ല. എന്റെ 2 മക്കളാണ് വയസ്സായിട്ട് കിടക്കുന്നുണ്ടല്ലേ, ജ്ഞാനവും വൈരാഗ്യവും രണ്ടും ക്ഷീണിച്ച് കിടക്കുകയാണ് 2 എണ്ണം. മറ്റുള്ളവരും എന്റെ തോഴിമാരെ പുണ്യനദികളും. ആ മറ്റുള്ളവരൊക്കെ പുണ്യനദി, ഗംഗ, യമുന, കാവേരി, അങ്ങനെ കൃഷ്ണ, ഗോദാവരി ഒക്കെ അല്ലേ, ആ പുണ്യനദികളാണ് എല്ലാവരും. ഞാൻ ദ്രാവിഡത്തിലാണ് ജനിച്ചത്. കർണാടകത്തിലും മഹാരാഷ്ട്രയിലുമായി വളർന്നു. ഗുജറാത്തിൽ നിന്ന് എന്നെ എല്ലാവരും വെറുത്തു. ഒരിടത്ത് എനിക്കിപ്പോൾ സ്ഥാനമില്ലാതായിരിക്കുന്നു. എന്റെ മക്കളായ ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും സകലരും വെറുക്കുന്നു. എന്റെ സൈകളായ പുണ്യനദികളെ ദുഷ്ടന്മാർ ചെന്നിറങ്ങി അശുദ്ധപ്പെടുത്തിയിരിക്കുന്നു. ആ മുനി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പൊ പറയാണ്, ഒരു എക്സാമ്പിൾ, ഒരു സിനാരിയോനെ പറ്റിയിട്ട് ആ സ്ത്രീ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താണ്. ആ സ്ത്രീ ആരാണ്? അതായത് ലോകമാകുന്ന ആ സ്ത്രീ. ആ സ്ത്രീയിൽ ഇന്ന ജ്ഞാനവും വൈരാഗ്യം എല്ലാവരും വെറുത്തു. അതായത് ഇപ്പൊ മഹാരാഷ്ട്രയിലും എനിക്ക് കർണാടകത്തിലും ആയാലും ഞാൻ വളർന്നു. ഗുജറാത്തിൽ വെച്ച് എന്നെ എല്ലാവരും വെറുത്തു. ഒരിടത്ത് എനിക്കിപ്പോൾ സ്ഥാനമില്ലാതായി. എന്റെ മക്കളായ ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും സകലരും വെറുക്കുന്നു. ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും എന്റെ സൈകളായ പുണ്യനദികൾ ദുഷ്ടന്മാർ ചെന്നിറങ്ങി അശുദ്ധപ്പെടുത്തുന്നു. മുനി പറഞ്ഞു, നീ ഇപ്പോൾ വൃന്ദാവനത്തിലാണ് ഇരിക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാന്റെ പാദസ്പർശമേറ്റ് പരിശുദ്ധമായ പുണ്യഭൂമിയിലെത്തി ഇതിന്റെ നിന്റെ ഭാഗ്യം. അപ്പൊ ഈ സ്ത്രീ നമ്മളെ
വൃന്ദാവനത്തിലാണ്, അതായത് കൃഷ്ണന്റെ സ്ഥലമായ വൃന്ദാവനത്തിലാണ് നീ ഇരിക്കുന്നത്. നീ എല്ലാവിധ സൗഭാഗ്യങ്ങളും ഇപ്പം നിനക്കുണ്ട്, പറ കാര്യം പറയാന്ന് പറഞ്ഞു. ഇവിടെ എത്തിയതോടുകൂടി എനിക്കല്പം മനസ്സമാധാനം കിട്ടി. പക്ഷെ ഇവരോ ഊർജ്ജശ്വാസം വലിച്ചുകൊണ്ടാണ് ഇവർ കിടക്കുന്നത്. ഇവരുടെ ഗതി എന്താവും? അശുദ്ധരാക്കപ്പെട്ട എന്റെ തോഴിമാരോ, ഈ മറ്റേ ഇത് പറഞ്ഞില്ലേ, 2 മക്കളെന്ന് പറഞ്ഞില്ലേ, ജ്ഞാനവും വൈരാഗ്യവും, അവരുടെ സ്ഥിതി എന്തായി? ഇപ്പൊ എനിക്കെന്തായാലും അങ്ങേര് പറഞ്ഞു, അങ്ങ് പറഞ്ഞ മാതിരി ഞാനിവിടെ വന്നുകൊണ്ട് എനിക്ക് ഭാഗ്യം കിട്ടി. എന്റെ മക്കള് കിടക്കണ്ടില്ലേ, എന്റെ മറ്റേ സ്ത്രീകൾ കിടക്കണ്ടില്ലേ, അവരുടെയൊക്കെ സ്ഥിതി എന്താ? അവരുടെയൊക്കെ സ്ഥിതി എന്താവും? നാരദൻ ഗാഠമാലോചിച്ചു. നാരദനപ്പോ ഗാഠമായിട്ട് ആലോചിച്ചു, ചിന്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവരെ രക്ഷിക്കാൻ എന്താണ് വഴി? അദ്ദേഹം ചുഴിഞ്ഞാലോചിച്ചു കൊണ്ടിരിക്കെ ഒരശരീരി കേട്ടു. സൽക്കർമ്മം കൊണ്ടേ അവർക്ക് ഗതി കിട്ടുകയുള്ളൂ. സൽക്കർമ്മം ചെയ്താൽ മാത്രമേ അവർക്ക് ഗതി കിട്ടുള്ളൂ എന്ന് അശരീരി, അതായത് ദൈവത്തിന്റെ, അതായത് ഓൾമൈറ്റി ഒരു ഇത് അശരീരി പറഞ്ഞു. ഇവര് സൽക്കർമ്മം ചെയ്താൽ മാത്രമേ ഇവർക്ക് ഗതി കിട്ടുള്ളൂ. നാരദൻ ഗാഠമായി ആലോചിച്ചു. സൽക്കർമ്മം